മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു താരം തന്നെയായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ മരണം ഏറെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത് നിയാസിനെ തന്നെയാണെന്ന് പറയാം. നിയാസിനെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കൈ നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നുന്നതെന്നും ഒരു അനുജനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പാതി തന്നെയാണ് അദ്ദേഹത്തിന് നഷ്ടമായതെന്ന് വ്യക്തമാക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്നു. അത്രയും അധികം ഞെട്ടിക്കുന്നൊരു കുറിപ്പാണിത്. തൻ്റെ ഒരു പാതി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തൻ്റെ വലം കൈ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരാൾ എഴുതുമ്പോൾ അത്രമാത്രം ആ ഒരു മരണം അയാളെ ഞെട്ടിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും പിടിച്ചുപറ്റുകയും ചെയ്യുന്നുണ്ട്. എത്രമാത്രമാണ് നിയാസിന് നവാസിനെ ഇഷ്ടമായിരുന്നത് എന്നതും ഒരു സാഹോദര്യ ബന്ധത്തിനേക്കാളും സൗഹൃദ ബന്ധത്തിനേക്കാളും അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധമായിരുന്നു എന്ന് മനസ്സിലാക്കാനും അധികം സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല. 1 വർഷമാകും നടനും മിമിക്രി താരവും ഗായകനുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നവാസ് വിടവാങ്ങിയിട്ട്. ഷൂട്ടിങ്ങിനായി പോയ താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വലിയ ഞെട്ടലോടെയാണ് കലാലോകവും പ്രേക്ഷകരും നവാസിൻ്റെ മരണവാർത്ത കേട്ടത്. ആദ്യം പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു നവാസ്. ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ഇപ്പോഴിതാ പ്രിയ സഹോദരൻ്റെ വേർപാട് സംഭവിച്ച 1 വർഷമാകുമ്പോൾ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടൻ നിയാസ് ബക്കർ. നവാസ് പോയതോടെ തനിക്ക് തൻ്റെ വലം കൈ തന്നെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നിയാസ് കുറിച്ചു. ഞങ്ങളുടെ നവാസ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയതൊരു അനുജനെ മാത്രമല്ല, എന്നേക്കാൾ 2 വയസ്സ് മാത്രം വ്യത്യാസമുള്ള അവൻ എനിക്കൊരു കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു. അല്പം കൂടി മുതിർന്നപ്പോൾ തൊഴിൽ രംഗത്തൊരു സഹപ്രവർത്തകനായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ ബലം നവാസും നിയാസുമായിരുന്നു. എൻ്റെ വലം കൈയാണ് പോയത്. മരണം സർവേശ്വരൻ്റെ സുനിശ്ചിതത്വമാണ്, തീരുമാനമാണല്ലോ. അതുമായി പൊരുത്തപ്പെടേണ്ടതല്ലാതെ നിസ്സാരമായ നമുക്ക് മറ്റു വഴികളില്ല. ഉമ്മച്ചയുടെ ശരീരത്തിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തിയതിൻ്റെ അടയാളങ്ങൾ എൻ്റെയും നവാസിൻ്റെയും നിസാമിൻ്റെയും അടിവയറിന് മുകളിൽ ഒരു പൊക്കൽ കൂടിയായി സർവശക്തൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മായ്ച്ചാലും മായ്ക്കാൻ കഴിയാത്ത അടയാളങ്ങൾ. മണ്ണോട് ചേരും വരെയും ആ അടയാളത്തിൻ്റെ അടിവേരുകൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കും. അത് തിരിച്ചറിയാൻ കൂടെ പിറന്നവർ പ്രകടനമായി തന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യുകയുമില്ല. തിരഞ്ഞു വന്നവർക്ക് ബന്ധത്തിൻ്റെ തീവ്രത സൂചിപ്പിക്കാൻ അതിലും വലിയ അടയാളങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തിരിച്ചറിവ് മാത്രം മതി. മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്കും കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കും നഷ്ടപ്പെട്ടവർ നമുക്കൊപ്പം ഉണ്ടെന്ന ബോധ്യപ്പെടുത്തലിനും ഈ ആശ്വാസക്കുറിപ്പല്ലാതെ മറ്റൊന്നും എനിക്ക് നൽകാനില്ല എന്നത് കൃത്യമാണ്. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ അവൻ എപ്പോഴും ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നിയാസ് ബക്കർ തൻ്റെ കുറിപ്പിൽ കുറിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.